Hi all, welcome to my channel. So നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ സീരിയൽ കമ്മ്യൂണിക്കേഷന്റെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ് പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ പ്രോഗ്രാമിംഗ് ആണ്. എങ്ങനെയാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും ഒക്കെ അതിന്റെ ഒരു പ്രോഗ്രാം ആണ് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മുടെ KTUവിലെ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ പ്രോഗ്രാമിൽ കൊടുത്തിട്ടുള്ളത്. അത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രോഗ്രാം നിങ്ങൾ അറിഞ്ഞിരിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്താണ് SBUF, എന്താണ് SCON, പിന്നെ ടൈമർ പറഞ്ഞിരിക്കണമെങ്കിൽ മാത്രമേ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം മനസ്സിലാവുള്ളൂ. ടൈമറിന്റെ പ്രോഗ്രാമും ടൈമറിന്റെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ്, ടൈമർ എങ്ങനെയാണ് വാല്യൂ സെറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും ക്ലാസ് കാണാത്തവരാണെങ്കിൽ അതൊന്ന് പഠിച്ചിട്ട് വരിക. സീരിയൽ കമ്മ്യൂണിക്കേഷന്റെ ഫസ്റ്റ് ക്ലാസ്സിലുണ്ട് എന്താണ് SBUF, SCON എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ടൈമറിന്റെ പ്രോഗ്രാമിംഗ്, ടൈമറിന്റെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററും പ്രീവിയസ് ക്ലാസ്സിലുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരിക, എങ്കിൽ മാത്രമേ ഈ പ്രോഗ്രാം മനസ്സിലാവുള്ളൂ കേട്ടോ. കാരണം അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. അത് വെച്ചിട്ടാണ് ഇവിടെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളിപ്പോ എക്സാമ്പിൾ നോക്കാൻ പോകുന്നത് ഒരു ഡേറ്റ ട്രാൻസ്ഫർ സീരിയലി ട്രാൻസ്ഫർ ചെയ്യണം. അതിന് എന്തൊക്കെയാണ് പ്രോഗ്രാം ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് ഇതിന്റെ അൽഗോരിതം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ എക്സാമിന് നമുക്ക് 10 മാർക്കിനൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ ആദ്യം നിങ്ങൾ എന്തായാലും ഒരു അൽഗോരിതം എഴുതിയിരിക്കുക, എന്നിട്ട് പ്രോഗ്രാം എഴുതുക, എങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അൽഗോരിതത്തിൽ ആദ്യം വേണ്ടത് നമുക്ക് ഈ ഫസ്റ്റ് 2 സ്റ്റെപ്പും ഇവിടുത്തെ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ബോർഡ് റേറ്റ് എന്താണെന്ന് അറിയാലോ. ബോർഡ് റേറ്റ് എന്ന് വെച്ചാൽ ബോർഡ് റേറ്റിന് കറസ്പോണ്ടിങ് ആയിരിക്കും പെർ സെക്കൻഡ് എത്ര നമ്പർ ഓഫ് ബിറ്റ് സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ റിസീവ് ചെയ്യാം എന്നൊക്കെ ഉള്ളത്. അതിന്റെ ഒരു ഡേറ്റ റേറ്റ് എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ബോർഡ് റേറ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ബോർഡ് റേറ്റ് നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഡിഫറെന്റ് വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈമർ ആണ്. അത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചു. ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ടൈമർ 1 ആണ് യൂസ് ചെയ്യുക. ഏത് മോഡിലാണ് യൂസ് ചെയ്യുക? മോഡ് 2ലാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ ഡ്യൂട്ടി എന്താണ്? ഈ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ഏത് ടൈമർ യൂസ് ചെയ്യണം? ടൈമർ 1 മോഡ് 2ൽ യൂസ് ചെയ്യണം. അപ്പൊ ടൈമർ 1 മോഡ് 2ൽ സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഏത് രജിസ്റ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുക? ടി മോഡ് രജിസ്റ്റർ ആണ്. ഇതാണ് ഞാൻ ടൈമർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത്. അവിടെ നമ്മളെ ഓരോ ടൈമറിന്റെ മോഡ് 0, മോഡ് 1, മോഡ് 2ന്റെ ഒക്കെ പ്രോഗ്രാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിരുന്നു നമുക്ക് എന്താണ് ടൈമർ 1 മോഡ് 2ൽ സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ് ടി മോഡ്. അവിടെ എന്ത് വാല്യൂ ആണ് സെറ്റ് ചെയ്യുന്നത്? 20 ആണ്. അപ്പൊ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് ഡൗട്ട് ഉള്ളവർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് നോക്കുക. ഓക്കെ, ഈ 20 കൊടുത്താലുള്ള മീനിങ് എന്താണ്? ടൈമർ 1 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മോഡ് 2ലാണ്. കാരണം നമുക്ക് ടൈമർ 0യും 1ഉം ഉണ്ട്. അപ്പൊ ഈ വാല്യൂ സൂക്ഷിച്ചു കൊടുക്കുക. കാരണം ഇത് തിരിച്ച് 0, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടൈമർ 0 ആയി പോകും. അപ്പൊ 20 തന്നെ ശ്രദ്ധിച്ചു കൊടുക്കുക. ഇനി അത് കഴിഞ്ഞാൽ മോഡ് 2ൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഒന്നുകൂടെ പറഞ്ഞിരുന്നു. THലേക്കാണ് സെറ്റ് ചെയ്യേണ്ട വാല്യൂ കൊടുക്കേണ്ടത്. അത് ഓട്ടോമാറ്റിക്കലി TLലേക്ക് ലോഡ് ആവും. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിരിക്കും ബോർഡ് റേറ്റ് വർക്ക് ചെയ്യുക. അപ്പൊ TH1ലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് വാല്യൂ ലോഡ് ചെയ്യണം. അതും നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഒരു ഇക്വേഷൻ വെച്ച് ഞാൻ പറഞ്ഞില്ലേ, TH1ലേക്ക് എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും ബോർഡ് റേറ്റ്. അപ്പൊ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് നിങ്ങളിപ്പോ ആ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ട. ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ മതിയാവും. അത് ഫുൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് മോസ്റ്റ്ലി എപ്പോഴും ഈ 9600 എന്നുള്ളൊരു വാല്യൂ ആണ് എക്സാമിനൊക്കെ ചോദിച്ചു കാണാറുള്ളത്. എങ്കിലും നിങ്ങൾ റിസ്ക് എടുക്കേണ്ട, ഇത്രയും വാല്യൂ പഠിച്ചു വെക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു കോളം പഠിച്ചാൽ മതി കേട്ടോ. ഇത് ഡെസിമൽ വാല്യൂ ആണ്. ഇത് അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ ആണ്. അപ്പോൾ ഡെസിമൽ മാത്രം പഠിച്ചാലും മതിയാവും, അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ മാത്രം പഠിച്ചാലും മതിയാവും. ഈ 4 വാല്യൂ ഒന്ന് പഠിച്ചു വെക്കുക. ഇത് പഠിക്കാനും കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ. 3, 6, 12, 24 എന്നാണ്. 3 into 2, 6, 6 into 2, 12, 12 into 2, 24. അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ 3, 6, 12, 24 ഈ 4 വാല്യൂ ആണ് ഈ ഓർഡറിൽ പഠിച്ചു വെക്കുക. 9600, 4800, 2400, 1200. ഇതും ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതാണ്, ശ്രദ്ധിച്ചറിയാം. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. 12 into 2 ആണ് 24, 24 into 2 ആണ്, അങ്ങനെ പഠിച്ചാൽ മതി. ഇവിടെയും അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെ ഓർത്ത് ഈ 4 വാല്യൂ എന്ന് വെക്കുക. ഈ വാല്യൂ ആണ് ഇവിടെ സ്റ്റോർ ചെയ്യേണ്ടത് ആ TH1ലേക്ക്. എന്നുവെച്ചാൽ ടൈമർ 1ന്റെ ഹയർ ബൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഈ വാല്യൂ ആണ്. അതാണ് ഓട്ടോമാറ്റിക്കലി ലോവർ ബൈറ്റിലേക്ക് സ്റ്റോർ ആയിട്ട് നമുക്ക് ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഈ വാല്യൂ ലോഡ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ്. അപ്പൊ ഈ ഫസ്റ്റ് 2 പോയിന്റും ഈ ബോർഡ് റേറ്റിന് റിലേറ്റഡ് ആണ്. എന്താണ്? ടി മോഡില്
ടി മോഡ് രജിസ്റ്ററിന്റെ ഒരു 20 വാല്യൂ ലോഡ് ചെയ്യുക. അതിന്റെ മീനിങ് എന്താണ്? നമ്മൾ ടൈമർ 1 ആണ് യൂസ് ചെയ്യുന്നത്, മോഡ് 2 ആണ്. അത് എപ്പോഴും ടൈമർ 1 മോഡ് 2 തന്നെയാണ് ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാൻ യൂഷ്വലി യൂസ് ചെയ്യുക. അതുകൊണ്ട് 20 വാല്യൂ തന്നെ ആയിരിക്കും എപ്പോഴും. പിന്നെ TH1 എന്താണ്? നമുക്ക് എത്രയാണോ റിക്വയർഡ് ബോർഡ് റേറ്റ്, നമ്മുടെ ക്വസ്റ്റനിൽ എത്രയാണോ ബോർഡ് റേറ്റ് ഉള്ളത്, നമ്മുടെ സ്പെസിഫിക്കേഷൻ എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ -3 അല്ലെങ്കിൽ -6 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 24 ആ വാല്യൂ ഇതിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ. ഇനി അടുത്ത എന്താണ്? നമ്മുടെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ചെയ്താണ് SCON ആണ്. അപ്പൊ നമുക്കിവിടെ ഒരു ഡേറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ, സീരിയലി ഡേറ്റ സെൻഡ് ചെയ്യണം മാത്രമാണ് ഫംഗ്ഷൻ എങ്കിൽ യൂഷ്വലി യൂസ് ചെയ്യുക മോഡ് 1 ആണ്. നമ്മൾ പഠിച്ചില്ലേ, മോഡ് 1 ആണ് ഒരു അസിൻക്രോണസ് ഡേറ്റ റിസീവ് ട്രാൻസ്മിറ്റ് ആയിട്ടുള്ള ഒരു മോഡ്. എന്താണ്? മോഡ് 1 ആണ്. അപ്പൊ നമുക്കിവിടെ മോഡ് 1 സെറ്റ് ചെയ്യണം. മോഡ് 1 സെറ്റ് ചെയ്യണമെങ്കിൽ SCON രജിസ്റ്ററിൽ എന്ത് വാല്യൂ ആയിരിക്കും കൊടുക്കേണ്ടത്? ഇവിടെ കൊടുക്കേണ്ടത് 50 ആണ്. അതെങ്ങനെയാണ് 50 വന്നത് നമുക്ക് നോക്കാം. ഇതാണ് SCON രജിസ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചത്. ഇവിടെ നമുക്ക് മോഡ് 1 സെറ്റ് ചെയ്യണമെങ്കിൽ SM0 SM1 എന്തായിരിക്കണം? 01 ആയിരിക്കണം. അപ്പൊ ഇത് 0 ആണ്, ഇത് 1 ആണ്. ഇനി SM2ന്റെ കേസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചില്ലേ, അത് യൂഷ്വലി 0 തന്നെ ആയിരിക്കും. അത് നമ്മുടെ ഒരു സാധാരണ കേസിൽ 0 തന്നെ ആയിരിക്കും. പിന്നെ മൾട്ടി പ്രോസസറിന്റെ കേസൊക്കെ വരുമ്പോഴേ ഇത് പിന്നെ 1 ആക്കുന്ന കാര്യമൊക്കെ നോക്കുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് 0 ആണ്. പിന്നെ REN എന്തായിരിക്കണം? REN റിസീവ് എനേബിൾ ബിറ്റ് ആണ്. അതെന്തായാലും 1 ആക്കിയാൽ മാത്രമേ ഡേറ്റ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെന്തായിരിക്കണം? 1 ആയിരിക്കണം. പിന്നെ TB8 RB8 ഒന്നും വലിയ റോൾ ഇവിടെ ഇല്ല, കാരണം മോഡ് 1 ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെ 00 ആയിട്ട് വെക്കുക. പിന്നെ TIയും RIയും ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും 0 ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? ഇത് ഒരു ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 ബിറ്റ് എന്താണ്? 5 ആണ്. ഇതെന്താണ്? 0 ആണ്. സോ 50H അല്ലേ ഇത്? അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ SCON രജിസ്റ്ററിൽ ഒരു വാല്യൂ ലോഡ് ചെയ്യണം. എത്രയാണ് നമുക്ക് കിട്ടിയത്? 50H എന്നാണ്, വിച്ച് ഇൻഡിക്കേറ്റ് സീരിയൽ മോഡ് 1 എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത എന്താണ്? ഇപ്പൊ ഇത്രയും സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ടൈമർ റൺ ചെയ്യണം. ടൈമർ റൺ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ബോർഡ് റേറ്റ് സെറ്റ് ആവുള്ളൂ. ടൈമർ റൺ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം, ടൈമറിന്റെ പ്രോഗ്രാമിൽ നമ്മൾ പഠിച്ചിരുന്നു, TR റൺ ബിറ്റ് എന്ത് ചെയ്യണം? 1 ആക്കണം. ഇവിടെ ടൈമർ 1 ആണ് യൂസ് ചെയ്യുന്നത്. സോ TR1 1 ആക്കണം. TR1 1 ആക്കാനുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പിന്നെ TI ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി വെക്കണം. കാരണം എന്താണ്? ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ TI ഫ്ലാഗ് സെറ്റ് ആവണം. അപ്പൊ TI ഫ്ലാഗ് സെറ്റ് ആയോ ഇല്ലയോ എന്ന് നോക്കിയാൽ മാത്രമേ ഡേറ്റ ട്രാൻസ്മിഷൻ കഴിഞ്ഞോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ഡേറ്റ ട്രാൻസ്മിഷനും റിസപ്ഷനും ഒക്കെ കഴിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലാഗ് ആണ് TIയും RIയും. അപ്പൊ ഇപ്പൊ നമ്മൾ ഡേറ്റ സീരിയലിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. ട്രാൻസ്മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് സീരിയൽ ബഫർ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, ദെൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ട്രാൻസ്മിഷൻ കഴിഞ്ഞോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് അറിയുക? ട്രാൻസ്മിഷൻ കഴിഞ്ഞാൽ ഉടനെ TI ഫ്ലാഗ് സെറ്റ് ആവും. അതാണ് നമ്മൾ ആ ഒരു TI നോക്കിയിട്ട് മാത്രമാണ് ട്രാൻസ്മിഷൻ കഴിഞ്ഞോ ഇല്ലയോ എന്ന് അറിയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? TI ഒന്ന് ക്ലിയർ ആക്കി വെക്കണം. ഒരു സേഫ്റ്റിക്ക് എന്ത് ചെയ്യണം? TI ഒന്ന് 0 ആക്കി വെക്കണം. പിന്നെ എന്താണ്? ഏത് ക്യാരക്ടർ ആണോ സെൻഡ് ചെയ്യേണ്ടത്? നമുക്കിപ്പോ ഒരു 1 ബൈറ്റ് ഡേറ്റ ആണ് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ അത് സീരിയൽ ബഫർ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുക. പിന്നെ ഈ TI ഫ്ലാഗ് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണോ സീരിയൽ ബഫർ രജിസ്റ്ററിലുള്ള ഡേറ്റ ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആവുന്നത്, അപ്പൊ TI ഫ്ലാഗ് 1 ആവും. TI ഫ്ലാഗ് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അത് ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആയോ ഇല്ലയോ. പിന്നെ വീണ്ടും അടുത്ത ക്യാരക്ടർ സെൻഡ് ചെയ്യണമെങ്കിൽ വീണ്ടും സ്റ്റെപ്പ് 5ലേക്ക് പോവുക. സ്റ്റെപ്പ് 5 എന്താണ്? വീണ്ടും TI ക്ലിയർ ആവും. TI ക്ലിയർ ആവും, വീണ്ടും അടുത്ത ബൈറ്റ് സീരിയൽ ബഫർ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എത്ര ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണോ അപ്പൊ ഈ ഇത്രയും സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ T മോഡ് രജിസ്റ്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ടൈമർ 1 മോഡ് 2 എന്നുള്ളൊരു വാല്യൂ സെറ്റ് ചെയ്യുക. TS1ലേക്ക് ബോർഡ് റേറ്റ് എത്രയാണോ അതിന് കറസ്പോണ്ടിങ് വാല്യൂ ലോഡ് ചെയ്യുക. അപ്പൊ അത് ശ്രദ്ധിക്കണം, ആ രണ്ട് കാര്യം ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാനാണ്. ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യേണ്ട വാല്യൂ ആണ് TS1ൽ കൊടുക്കേണ്ടത്. അത് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈമർ 1 മോഡ് 2ലാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് T മോഡ് രജിസ്റ്ററിൽ 20 കൊടുക്കുന്നത്. ഇനി സീരിയൽ കമ്മ്യൂണിക്കേഷൻ നമ്മളിപ്പോൾ മോഡ് 1ലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനാണ് SCON രജിസ്റ്ററിൽ 50 കൊടുക്കുന്നത്. അതൊന്നും മാറിപ്പോരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ പ്രോഗ്രാം അറിയണമെങ്കിൽ എന്താണ് സീരിയൽ ബഫർ രജിസ്റ്റർ, എന്താണ് SCON, എന്താണ് T മോഡ്, എന്താണ് ടൈമർ 01, അതിന്റെ പ്രോഗ്രാം ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ ഈ പ്രോഗ്രാം ഭയങ്കര ഈസിയാണ്. ഞാൻ ഒന്നും പഠിക്കാണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ടഫായിട്ട് തോന്നുള്ളൂ. അപ്പൊ അത് പഠിച്ചിട്ട് ഇത് പഠിക്കുക കേട്ടോ. നമുക്ക് ഈ പ്രോഗ്രാം നോക്കാം. ഇത് നമ്മൾ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ പ്രോഗ്രാം ടു ട്രാൻസ്ഫർ മെസ്സേജ് യെസ് എന്നുള്ള മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യണം. സീരിയലി അറ്റ് ബോർഡ് റേറ്റ്, ഇവിടെ ബോർഡ് റേറ്റ് കൊടുത്തിട്ടുണ്ട് 9600, പിന്നെ 8 ബിറ്റ് ഡേറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. ചില സമയത്ത് ഇവിടെ ഒരു സ്റ്റാർട്ട് ബിറ്റ് സ്റ്റോപ്പ് ബിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. 8 ബിറ്റ് ഡേറ്റ, സ്റ്റാർട്ട് ബിറ്റ്, 1 സ്റ്റോപ്പ് ബിറ്റ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ 10 ബിറ്റ് ആയി, നമ്മളെ മോഡ് 2 ആണ് എന്നൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. ഇനി അങ്ങനെയൊന്നും കൊടുത്തില്ലെങ്കിലും നിങ്ങൾ അത് തന്നെ മോഡ് 2 അല്ല, സോറി മോഡ് 1 അങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി. ഡു ദിസ് കണ്ടിന്യൂസ്ലി, വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ YES എന്നുള്ളൊരു മെസ്സേജ് സെൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് എഴുതേണ്ടത്.
നമ്മൾ ഈ അൽഗോരിതം നിങ്ങൾ പഠിച്ചിട്ട് ആ ഓർഡറിൽ തന്നെ പ്രോഗ്രാമിങ് നോക്കിയാൽ മതി കേട്ടോ. നമ്മുടെ ഫസ്റ്റ് എന്താണ്, ടി മോഡിലേക്ക് 20 മൂവ് ചെയ്യുക. അതിന് നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്താണ്, മൂവ് ടി മോഡ് #20. ഹാഷിന്റെ മീനിങ് എന്താണ്, ഇമ്മീഡിയറ്റ് ഡേറ്റ ആണ്. സോ ഇമ്മീഡിയറ്റ് ഡേറ്റ 20 എവിടേക്ക് മൂവ് ചെയ്യുക, ടി മോഡിലേക്ക് മൂവ് ചെയ്യുക. ഇപ്പൊ എന്തായി, നമ്മുടെ ടൈമറിന്റെ മോഡൊക്കെ സെറ്റ് ആയി. ടൈമർ 1 ആണ്, മോഡ് 2 എന്നൊക്കെ സെറ്റ് ആയി. ഇനി നമുക്ക് ബോർഡ് ഡേറ്റിന്റെ വാല്യൂ, നമുക്ക് 9600 ആണെങ്കിൽ വാല്യൂ എത്രയാണ്, -3 ആണ്. ആ വാല്യൂ എവിടെയാണ് കൊടുക്കേണ്ടത്, TH1 കൊടുക്കേണ്ടത്. 1 മാറിപ്പോരുന്നുണ്ട്, ടൈമർ 1 ആണ് യൂസ് ചെയ്യുന്നത്, TH1 ഈ വാല്യൂ കൊടുക്കണം. ഓക്കെ, കാരണം നമ്മൾ ഈ ടി മോഡിലേക്ക് ഇപ്പൊ സെറ്റ് ചെയ്തത് ടൈമർ 1 ആണ്, എന്നിട്ട് TH1 വാല്യൂ കൊടുക്കണം. നിങ്ങളിവിടെ 20 കൊടുത്തിട്ട് ഇവിടെ TH0 എന്ന് എഴുതിയാലും അവിടെ തെറ്റാണ്, മാറിപ്പോയത്. ടൈമർ 1 ആണ്. സോ TH1 -3 കൊടുക്കുക. അടുത്ത എന്താണ്, SCON എന്താണ്, 50 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുക. അപ്പൊ നമ്മുടെ ഇനീഷ്യൽ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞു. പിന്നെ എന്താണ്, ടൈമർ 1 റൺ ചെയ്യാന്നല്ലേ പറഞ്ഞത്, എന്താണ് TR1, ടൈമർ 1ന്റെ TR1 എന്നുള്ള ബിറ്റ് എന്ന് വെച്ചാൽ റൺ ചെയ്യണമെങ്കിൽ TR1 എന്തായിരിക്കണം, 1 ആയിരിക്കണം. TR1 1 ആവണമെങ്കിൽ ഇൻസ്ട്രക്ഷൻ എന്താണ്, സെറ്റ് ബിറ്റ്, SETB എന്ന് വെച്ചാൽ എന്താണ്, സെറ്റ് ബിറ്റ് TR1. ഒരു സിംഗിൾ ബിറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ SETB എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ് യൂസ് ചെയ്യുക. ഇനി അത് 0 ആക്കണമെങ്കിൽ ക്ലിയർ എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ് യൂസ് ചെയ്യുക. ഇനി സെറ്റ് ബിറ്റ് TR1. അപ്പൊ ഇത്രയും കേസ് ആയില്ലേ, നമ്മുടെ അൽഗോരിതം നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു, ടി മോഡിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തു, തേർഡ് സ്റ്റെപ്പ് ചെയ്തു, ഫോർത്ത് സ്റ്റെപ്പ് ചെയ്തു. ഇനി നമുക്ക് എന്താണ്, TI ക്ലിയർ ചെയ്യണം, നമ്മുടെ ക്യാരക്ടർ ബൈറ്റ് SBF കൊടുക്കണം, TA ഫ്ലാഗ് മോണിറ്റർ ചെയ്യണം, വീണ്ടും അടുത്ത ക്യാരക്ടർ കൊടുക്കണം. അപ്പൊ നമുക്കിവിടെ YES ഇതാണ് കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യം Y സീരിയൽ ബഫർ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുക, TI ഫ്ലാഗ് ക്ലിയർ ചെയ്യുക, ഡേറ്റ സെൻഡ് ചെയ്യുക, വീണ്ടും എന്താണ് TI ഫ്ലാഗ് ക്ലിയർ ചെയ്യുക, അടുത്ത E കൊടുക്കുക, സീരിയൽ ബഫർ രജിസ്റ്ററിലേക്ക്, അടുത്ത S കൊടുക്കുക. ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ആ റിപ്പീറ്റ് ആയിട്ട് ആ ഫംഗ്ഷൻ ചെയ്യണം. അപ്പൊ ഒരു പ്രോസസ് തന്നെ കുറെ തവണ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒരു സബ് പ്രോഗ്രാം ആയിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഇടയ്ക്ക് കോൾ ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ പോരെ. അപ്പൊ അതിനൊരു സബ് പ്രോഗ്രാം ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ്, നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഡേറ്റയിൽ സെൻഡ് ചെയ്യേണ്ട ഡേറ്റ ഒരു A രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്ത് വെക്കുന്നു. ആ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രം നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ എഴുതിയാൽ മൂവ് A, Y. ബാക്കി ഈ Y എന്നുള്ള സംഭവത്തിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഈ സബ് പ്രോഗ്രാമിലുണ്ട്. സബ് പ്രോഗ്രാമിൽ എന്താ ഉള്ളത്, Aയിൽ എന്താണോ ഉള്ളത് ഡേറ്റ, അത് നമുക്കിവിടെ YES 3 ക്യാരക്ടറും സെൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, Y Aയിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഈ A സെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ ഈ Aയിലേക്ക് മൂവ് ചെയ്യുക, എന്നിട്ട് ഈ സെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പൊ ഈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സെയിം ആയതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം എന്താണ്, ഇതൊരു സബ് പ്രോഗ്രാമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ആ സമയത്ത് എന്ത് ചെയ്യാൻ മതി, അവിടെ കോൾ ചെയ്താൽ മതി ഈ സബ് പ്രോഗ്രാമിന്. അപ്പൊ ഈ സബ് പ്രോഗ്രാം നമ്മൾ ലേബിൾ ചെയ്തിരിക്കുന്നത് ചുമ്മാ TRANS. ഓക്കെ, അത് ട്രാൻസ്മിഷൻ എന്നുള്ള രീതിയിൽ, അത് നിങ്ങൾക്ക് എന്ത് വേണേലും ലേബിളിംഗ് ചെയ്യാട്ടോ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, Aയിൽ എന്താണോ ഡേറ്റ ഉള്ളത്, Aയിലുള്ള ഡേറ്റ എന്താണ്, ഇപ്പൊ Y ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് സബ് പ്രോഗ്രാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. Aയിലുള്ള എന്താണോ വാല്യൂ അത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, നമ്മുടെ സീരിയൽ ബഫർ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുക. അപ്പൊ സീരിയൽ ബഫർ രജിസ്റ്ററിലേക്ക് നമ്മൾ എന്താണോ Aയിലുള്ള അക്യുമുലേറ്ററിലുള്ള ഡേറ്റ അത് മൂവ് ആവും. എന്നിട്ട് നമുക്ക് എന്താണ്, നമുക്ക് ചെയ്യേണ്ട എന്താണ്, TI ഫ്ലാഗ് 1 ആണോ എന്ന് സെൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ SCON 50 കൊടുത്തപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, RIയും TIയും ഒക്കെ നമ്മൾ 0 ആക്കിയിട്ടാണ് ഈ വാല്യൂ കിട്ടിയത്. അപ്പൊ TI ഓൾറെഡി 0 ആണ്. നമ്മൾ ആദ്യം ഇപ്പൊ ആദ്യത്തെ കേസിൽ 0 ആക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ക്യാരക്ടർ സെൻഡ് ചെയ്യുമ്പോൾ TI ഫ്ലാഗ് ക്ലിയർ ചെയ്യേണ്ട ഇപ്പൊ ആവശ്യമില്ല. കാരണം നമ്മൾ ആ SCON 50 കൊടുക്കുമ്പോൾ തന്നെ TIയും RIയും ഒക്കെ നമ്മൾ 0 ആക്കിയിട്ടല്ലേ ഈ 50 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടിയത്. അപ്പൊ ആദ്യം Aയിലേക്ക് സീരിയൽ ബഫർ രജിസ്റ്റർ, Aയിലുള്ള ഡേറ്റ എന്താണോ അത് സീരിയൽ ബഫർ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുക. പിന്നെ എന്താണ്, അവിടെയുള്ള ഡേറ്റ സെൻഡ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി SCON മോഡ് 1 ആണ് എന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബോർഡ് റേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സീരിയൽ ബഫർ രജിസ്റ്ററിൽ എന്ത് ഡേറ്റ വന്നാലും അതിന് എന്ത് ചെയ്യും, അവര് TXD പിന്നിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും. ട്രാൻസ്മിഷൻ കഴിഞ്ഞാൽ എന്താണ്, TI ഫ്ലാഗ് സെറ്റ് ആവും. അപ്പൊ നമ്മളുടെ ഡ്യൂട്ടി എന്താണ്, പ്രോഗ്രാമിൽ നമ്മുടെ ഡ്യൂട്ടി TI ഫ്ലാഗ് 1 ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. TI ഫ്ലാഗ് 1 ആവുമ്പോ എന്താണ്, നമ്മളിപ്പോ സീരിയൽ ബഫർ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത ക്യാരക്ടർ സെൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് മീനിങ്. അപ്പൊ TI ഫ്ലാഗ് 1 ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ നമ്മൾ ഓൾറെഡി ടൈമറിന്റെ പ്രോഗ്രാമിൽ പഠിച്ചില്ലേ, എന്താ ചെയ്യേണ്ടത്, JNB TI എന്നിട്ട് ഹിയർ എന്നിട്ട് ഇവിടെ തന്നെ ലേബിൾ കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ സംഭവിക്കുന്നത് JNB TI എന്ന് വെച്ചാൽ എന്താണ്, ജംപ് ഇഫ് TI is 0, TAB is not set. ഈ ബിറ്റ് നോട്ട് സെറ്റ് ആണെങ്കിൽ എന്ന് വെച്ചാൽ സെറ്റ് അല്ല 0 ആണെങ്കിൽ ജമ്പ് ചെയ്യുക. എങ്ങോട്ടേക്കാണ്, നമ്മൾ ഇവിടെ ഒരു ലേബിൾ കൊടുത്തിരിക്കുന്നു, ആ ലേബിളിലേക്ക് ജമ്പ് ചെയ്യുക. ആ ലേബിൾ നമ്മൾ ഇവിടെ തന്നെയാണ് കൊടുക്കുക. ദാറ്റ് മീൻസ് എന്താണ്, ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് ഇവിടെ കൺട്രോൾ എത്തി. കൺട്രോൾ നോക്കുമ്പോൾ എന്താണ്, JNB TI
TI 0 ആണെങ്കിൽ ജമ്പ് ചെയ്യുക. അപ്പൊ TI 0 ആണെങ്കിൽ എങ്ങോട്ട് ജമ്പ് ചെയ്യുക? ഹിയർ എന്ന് ലേബിൾ ചെയ്തിരിക്കുന്നിടത്തേക്ക് ജമ്പ് ചെയ്യുക. ഹിയർ എന്ന് എവിടെ ലേബിൾ ചെയ്തിരിക്കുന്നത്? ഈ സെയിം ഇൻസ്ട്രക്ഷൻ തന്നെയാണ്. എന്നുവെച്ചാൽ എന്താണ്? TI 0 ആണെങ്കിൽ ഇത് ഇവിടെ തന്നെ നിൽക്കും, അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പോയില്ല. വീണ്ടും ഇങ്ങോട്ട് തന്നെ ജമ്പ് ചെയ്ത് അവിടെ തന്നെ നിൽക്കും. ഇനി എപ്പോഴാണോ TI 1 ആവുന്നത്, അപ്പൊ ഈ കണ്ടീഷൻ എന്തായി? ഫോൾസ് ആയി. അപ്പൊ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്ക് വരും. അപ്പൊ ഈ JNB ഈ സംഭവം, ഈ ഇൻസ്ട്രക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിൽ. നമുക്ക് ടൈമറിലും നമ്മൾ പഠിച്ചിരുന്നു, ഈ സീരിയൽ കമ്മ്യൂണിക്കേഷനിലും പഠിക്കുന്നുണ്ട്. എപ്പോഴും ഈ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഡേറ്റ ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആയോ ഇല്ലെന്ന് അറിയാൻ നമുക്ക് ഈ ഒരു വഴിയേ ഉള്ളൂ, TI 1 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിന് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്താണ്? TI 0 ആണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുക. TI 1 ആയാൽ മാത്രമേ അടുത്തയിലേക്ക് പോകുന്നുള്ളൂ. TI എപ്പോൾ 0 ആവുന്നു അത്രയും ടൈം നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ അതല്ലേ ചെയ്യേണ്ടത്? ഇപ്പൊ ഞാനിങ്ങനെ ഈ ഓരോ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ എക്സിക്യൂട്ടായി വരികയാണ്. ഇനി TI 1 ആകാതെ എനിക്ക് ഇനി അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നത്. അത് തന്നെ അവരും ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത്? JNB TI 0 ആണെങ്കിൽ അവർ അവിടെ തന്നെ നിൽക്കുന്നു, അതേ ഇൻസ്ട്രക്ഷൻ തന്നെ നിൽക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് അവരെന്ത് ചെയ്തു? പുറത്തേക്ക് കടക്കുന്നു. പുറത്ത് കിടക്കുമ്പോൾ എന്തായി? ഇപ്പോ TI ഫ്ലാഗ് സെറ്റായി. TI എന്താണ്? 1 ആയി. TI 1 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ് അതിന്റെ മീനിങ്? എന്താണ്? സീരിയൽ ബഫർ രജിസ്റ്ററിലുള്ള ഡേറ്റ ഓൾറെഡി സെൻഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഡേറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ ഡേറ്റ എന്ത് ചെയ്യാം? വീണ്ടും സെൻഡ് ചെയ്യാം. അപ്പൊ ആദ്യം അടുത്ത ഡേറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഇപ്പൊ സെറ്റായ TI ഫ്ലാഗ് ഇല്ലേ, അതൊന്ന് ക്ലിയർ ചെയ്യണം. കാരണം നമ്മളിപ്പോ Y മാത്രമേ സെൻഡ് ചെയ്തുള്ളൂ. ഇനി അടുത്ത എസിന്റെ ബാക്കി 2 ലെറ്ററും കൂടെ സെൻഡ് ചെയ്യാനുണ്ട്. സെൻഡ് ചെയ്യണമെങ്കിൽ എന്താണ്? നമുക്ക് ഇപ്പൊ സെൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ഈ TI ഫ്ലാഗ് നോക്കിയിട്ടാണ് നമ്മുടെ എല്ലാ പണിയും ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ TI ഫ്ലാഗ് ഒന്ന് ക്ലിയർ ആക്കണം. അപ്പൊ അത് തന്നെ ഇവിടെ പറയുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ 5th തൊട്ട് 8th വരെയുള്ള സ്റ്റെപ്പിൽ നമ്മൾ നോക്കുന്നത്. ആദ്യം TI ഫ്ലാഗ് ക്ലിയർ ചെയ്യുക, പിന്നെ ക്യാരക്ടർ ബഫർ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുക, പിന്നെയും TI ഫ്ലാഗ് ക്ലിയർ ചെയ്യുക, വീണ്ടും ഇങ്ങനെ TI ഫ്ലാഗ് മോണിറ്റർ ചെയ്യുക, പിന്നെയും മോണിറ്റർ ചെയ്ത് 1 ആയി കഴിഞ്ഞാൽ അടുത്ത ക്യാരക്ടർ മൂവ് ചെയ്യുക. ഇത് തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം TI ക്ലിയർ ചെയ്യാണ്ടാണ് അങ്ങോട്ടേക്ക് പോയത്. കാരണം നമ്മുടെ ഈ 50H വരുമ്പോൾ തന്നെ TI ക്ലിയർ ആയിരുന്നു. പക്ഷെ ഈ Y സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും TI ക്ലിയർ ആവണം. അതും നമുക്ക് ഈ സബ് പ്രോഗ്രാമിൽ തന്നെ സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ ഈ TI 1 ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അപ്പൊ തന്നെ TI അങ്ങ് ക്ലിയർ ആയിക്കോളും. എന്നിട്ട് റിട്ടേൺ. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാം ആദ്യം തൊട്ട് നോക്കാം. ഇനി നമുക്ക് ഈ ഓർഡറിൽ, കറക്റ്റ് ഓർഡറിൽ പ്രോഗ്രാം നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? S എന്നുള്ള സംഭവം സീരിയലി സെൻഡ് ചെയ്യുക. അപ്പൊ Y എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ ആണ്, E അടുത്ത ക്യാരക്ടർ ആണ്, S അടുത്ത ക്യാരക്ടർ ആണ്. ഇത് നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യണം. ബോർഡ് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ബോർഡ് റേറ്റ് 9600 കിട്ടണമെങ്കിൽ -3 ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുക. T മോഡിലേക്ക് 20 കൊടുക്കുക. അടുത്ത എന്താണ്? ബോർഡ് റേറ്റ് എത്രയാണോ അതിന് കറസ്പോണ്ടിങ് വാല്യൂ -3 ആണ് നമ്മുടെ വാല്യൂ. അത് TH1 കൊടുക്കുക. പിന്നെ SCON മോഡ് 2 സെറ്റ് ചെയ്യുക, അതാണ് 50. അപ്പൊ ഈ 50 സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് മോഡ് 1 ആവും. നമ്മുടെ TI ഫ്ലാഗ് ക്ലിയർ ആവും, RI ഫ്ലാഗ് ക്ലിയർ ആയി, REN എനേബിൾ ആയി. ഈ പരിപാടികളെല്ലാം നടന്നു. ഈ ഒരു 50 എന്നുള്ളൊരു വാല്യൂ ലോഡ് ചെയ്തപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടന്നു. പിന്നെ നമ്മുടെ ടൈമറിന് എന്ത് ചെയ്യുക? റൺ ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫസ്റ്റ് സെൻഡ് ചെയ്യാനുള്ള ക്യാരക്ടർ Y എന്നുള്ളത് അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇപ്പൊ അക്യുമുലേറ്ററിൽ Y ഉണ്ട്. ഇനി നമ്മൾ ACALL TRANS, കോൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സബ് പ്രോഗ്രാമിനെ കോൾ ചെയ്യുക. ACALL നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഒരു ഷോർട്ട് ആയിട്ട് അടുത്ത് തന്നെയുള്ള ഒരു പ്രോഗ്രാമിനെയാണ് കോൾ ചെയ്യേണ്ടതെങ്കിൽ ACALL ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അബ്സല്യൂട്ട് കോൾ എന്നൊക്കെ പഠിച്ചിരുന്നില്ലേ? അപ്പൊ ACALL TRANS എന്ന് വെച്ചാൽ TRANS എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന ഏത് പ്രോഗ്രാം ആണോ അങ്ങോട്ടേക്ക് പോവുക. TRNS കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് എത്തും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ എയിലുള്ള ഡേറ്റ എന്താണ്? എയിൽ ഇപ്പൊ എന്താ ഉള്ളത്? Y ആണുള്ളത്. അത് സീരിയൽ ബഫർ രജിസ്റ്ററിൽ സ്റ്റോർ ആവും. പിന്നെ അത് ട്രാൻസ്മിറ്റ് ആവും. ട്രാൻസ്മിറ്റ് ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ TI ഫ്ലാഗ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. TI ഫ്ലാഗ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. TI ഫ്ലാഗ് 0 ആണെങ്കിൽ എന്താണ്? ഇവിടെ തന്നെ ഈ ഇൻസ്ട്രക്ഷനെ തന്നെ അവരിങ്ങനെ റിമൈൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് എപ്പോഴാണോ TI 1 ആവുന്നത്, 1 ആവുമ്പോൾ എന്ത് ചെയ്യുന്നു? TIയെ ക്ലിയർ ചെയ്യുന്നു, റിട്ടേൺ പോകുന്നു. റിട്ടേൺ പോകുമ്പോൾ എവിടെയാണ് എത്തുന്നത്? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്കാണ് റിട്ടേൺ വരിക. റിട്ടേൺ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? നെക്സ്റ്റ്. നേരത്തെ പോയത് ഇവിടുന്നാണ് പോയതെങ്കിൽ അതിന്റെ അടുത്ത ഇൻസ്ട്രക്ഷനിലേക്കാണ് വരിക. അപ്പൊ അവിടെ എന്താ ഉള്ളത്? E എന്നുള്ളൊരു ഡേറ്റ എയിലേക്ക് പോകുന്നു. അപ്പൊ Y സെൻഡ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത E അല്ലേ സെൻഡ് ചെയ്യേണ്ടത്. എന്നിട്ട് വീണ്ടും ACALL എടുക്കുന്നു. ACALL എടുക്കുമ്പോൾ ഇതേ സംഭവം നടക്കുന്നു. E എന്ത് ചെയ്യുന്നു? ഈ ഇപ്പൊ Yയുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണ്? E ആണ്. അപ്പൊ E എന്ത് ചെയ്യുന്നു? സീരിയൽ ബഫർ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ആവുന്നു, അത് പോകുന്നു. നമ്മുടെ TI ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നു, വീണ്ടും TI ക്ലിയർ ആവുന്നു, വീണ്ടും റിട്ടേൺ വരുമ്പോൾ എന്താണ്? ഇവിടെ എത്തി. അപ്പൊ S പോകുന്നു, പിന്നെയും കോൾ ചെയ്യുന്നു. ഓക്കെ, കോൾ ചെയ്യുന്നു, വീണ്ടും തിരിച്ചെത്തി. വീണ്ടും ഇനി മൂന്നാമത്തെ തിരിച്ചെത്തുമ്പോൾ എന്താണ്? S ജംപ് എഗെയിൻ എന്നാണ്.
ഇതിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഡു ദിസ് കണ്ടിന്യൂസ്ലി എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ എസ് എന്നുള്ള ക്യാരക്ടർ ഇങ്ങനെ സെൻഡ് ചെയ്തായിക്കൊണ്ടേയിരിക്കണം ബൈ ഇ എസ് വീണ്ടും ബൈ ഇ എസ് ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ പ്രോഗ്രാം വീണ്ടും 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 റിപ്പീറ്റ് ആകണ്ടേ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ജംപ് ടു എഗെയിൻ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്നു അപ്പൊ വീണ്ടും എന്താണ് വീണ്ടും അടുത്ത വൈ വരും വീണ്ടും അടുത്ത ഇ പോവും പിന്നെ എസ് പോവും വീണ്ടും ഇങ്ങോട്ടേക്ക് ജമ്പ് ആവുന്നു വീണ്ടും വൈ വരും ഇ വരും എസ് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നടക്കണം ഇനി നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആക്കണ്ടെങ്കിൽ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണ്ട ഇത്രയും മതി ഒരേ ഒരു തവണ വൈ എസ് സെൻഡ് ചെയ്താൽ മതിയെങ്കിൽ എസ് ജമ്പ് എഗെയിൻ എന്നുള്ളത് ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് തന്നെ ഇട്ടാൽ മതി ഇവിടെ തന്നെ എഗെയിൻ എന്ന് ഇട്ടാൽ മതി അപ്പൊ എന്താവും ഇങ്ങോട്ടേക്ക് തന്നെ ജമ്പ് ആവും പിന്നെ അതൊരു കണ്ടീഷണൽ ജമ്പല്ല അൺകണ്ടീഷണൽ ജമ്പാണ് ഇത് ഇവിടെ തന്നെ നിൽക്കും അതിന്റെ മീനിങ് എന്താണ് ഹോൾട്ട് എന്നാണ് മീനിങ് ഈ എസ് ജമ്പ് ഒരു ലേബൽ കൊടുത്തിട്ട് അവിടെ തന്നെ ഇട്ടാൽ അതിന്റെ മീനിങ് ഇത് ഹോൾട്ട് ആയെന്ന പ്രോഗ്രാം പക്ഷെ ഇവിടെ ഡു ദിസ് കണ്ടിന്യൂസ്ലി എന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് എസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് നമുക്ക് ഹോൾട്ട് ചെയ്യേണ്ട പ്രോഗ്രാം വീണ്ടും വൈയിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഇനി അടുത്തത് ഡേറ്റ റിസീവ് ചെയ്യാനുള്ളതാണ് 8051 സീരിയലി റിസീവ് ചെയ്യാൻ അപ്പൊ ഇതേപോലെ തന്നെയാണ് ടി മോഡിലേക്ക് 20 കൊടുക്കുക ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യുക SCOL 50 കൊടുക്കുക ടൈമർ റൺ ചെയ്യുക പിന്നെ ഉള്ളതിൽ ഓർഡർ ഒന്ന് മാറുന്നേ ഉള്ളൂ ആദ്യം നമ്മൾ ടി എ ഫ്ലാഗ് അല്ല ഇവിടെ RA ഫ്ലാഗ് ക്ലിയർ ചെയ്യണം കാരണം നമ്മൾ ഡേറ്റ റിസീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ് RA ക്ലിയർ ആയിരിക്കണം എന്നാണ് RA ക്ലിയർ ആവണം പിന്നെ ഇവിടെ ഡേറ്റ റിസപ്ഷൻ ആണ് റിസപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ് ഡേറ്റ റിസീവ് ആയി സീരിയൽ ബഫറിൽ രജിസ്റ്ററിൽ സ്റ്റോർ ആകുമ്പോൾ RA ഫ്ലാഗ് സെറ്റ് ആവും അപ്പൊ ഇവിടെ നമ്മുടെ ഡ്യൂട്ടി എന്താണ് RA ഫ്ലാഗ് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുക RA ഫ്ലാഗ് 1 ആവുമ്പോൾ സീരിയൽ ബഫർ രജിസ്റ്ററിലുള്ള ഡേറ്റ എന്താണോ ആ ഡേറ്റ നമുക്ക് ഒരു രജിസ്റ്ററിലേക്ക് വല്ല സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച എന്താണ് എ എന്നുള്ള ഡേറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ എ എന്ന രജിസ്റ്ററിലേക്ക് സെൻഡ് ചെയ്യേണ്ട ക്യാരക്ടർ സെൻഡ് ചെയ്തു അത് സീരിയൽ ബഫർ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു പിന്നെ TA ഫ്ലാഗ് മോണിറ്റർ ചെയ്യുന്നു TA ഫ്ലാഗ് എപ്പോഴാണോ 1 ആവുന്നത് അത് ക്ലിയർ ചെയ്യുന്നു വീണ്ടും അടുത്ത ഡേറ്റ സീരിയൽ ബഫർ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു ഇവിടെ റിസീവ് ആകുമ്പോൾ നേരെ തിരിച്ച് ആദ്യം എന്ത് ചെയ്യുന്നു RA ക്ലിയർ ചെയ്യുന്നു പിന്നെ എന്താണ് ഈ RA 1 ആവുന്നുണ്ടോ എന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു RA 1 ആവുമ്പോൾ സീരിയൽ ബഫർ രജിസ്റ്ററിൽ എന്തുണ്ടാവും റിസീവ് ചെയ്ത ഡേറ്റ ഉണ്ടാവും ആ ഡേറ്റ ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു പിന്നെ RA ക്ലിയർ ചെയ്യുന്നു വീണ്ടും ഈ പ്രോസസ് നടക്കുന്നു എപ്പോഴൊക്കെയാണോ ഡേറ്റ റിസീവ് ചെയ്യുന്നത് അപ്പോഴൊക്കെ സീരിയൽ ബഫർ രജിസ്റ്ററിലുള്ള ഡേറ്റ എടുത്ത് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു അപ്പൊ ആ ഓർഡർ ഒന്ന് മാറുന്നേ ഉള്ളൂ പ്രോഗ്രാമിന്റെ അപ്പൊ ഇവിടെ പ്രോഗ്രാം 8051 ടു റിസീവ് ബൈറ്റ്സ് ഓഫ് ഡേറ്റ സീരിയലി ആൻഡ് പുട്ട് ദം ഇൻ P1 ഒരു പോർട്ടിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഒരു പോർട്ട് 1ലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം ബോർഡ് റേറ്റ് 4800 ആണ് അപ്പൊ ഡേറ്റ സീരിയലി റിസീവ് ചെയ്യുന്നത് എവിടെ സ്റ്റോർ ചെയ്യണം എന്ന് ഇവിടെ പറയുന്നുണ്ട് പോർട്ട് 1ലാണ് അപ്പൊ ബാക്കിയെല്ലാം സെയിം ടി മോഡ് സെറ്റ് ചെയ്യുന്നു TH1ലേക്ക് നമ്മുടെ ബോർഡ് റേറ്റ് എത്രയാണോ വാല്യൂ കൊടുക്കുന്നു SCON കൊടുക്കുന്നു TR1 സെറ്റ് ചെയ്യുന്നു സെയിം പിന്നെ ഇവിടെ ആദ്യം തന്നെ എന്താണ് RA ഫ്ലാഗ് ഇങ്ങനെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ RA 0 ആക്കണം അത് ഈ 50 കൊടുക്കുമ്പോൾ തന്നെ RAയും TA എല്ലാം 0 ആവുന്നുണ്ടല്ലോ ആദ്യത്തെ കേസിൽ RA 0 എന്നുള്ള വീണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ ഇവിടെ ഈ RA 1 ആണോ നോക്കുന്നു RA 1 ആവുമ്പോൾ എന്താണ് അതിന്റെ മീനിങ് എന്താണ് സീരിയൽ ബഫർ രജിസ്റ്ററിൽ ഡേറ്റ ഉണ്ടെന്നാണ് അതിനെ നേരെ എയിലേക്ക് സ്റ്റോർ ചെയ്യുക പിന്നെ എയിലുള്ള ഡേറ്റയെ പോർട്ടിലേക്ക് സ്റ്റോർ ചെയ്യുക കാരണം നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിലേക്ക് ഒരു ഡേറ്റ ഡയറക്ട്ലി എല്ലാ രജിസ്റ്ററിൽ നിന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല ഡയറക്ട്ലി ഒരു അക്യുമുലേറ്റർ ആണ് എപ്പോഴും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിലേക്ക് ഡേറ്റ റിസീവ് ചെയ്യാനോ ട്രാൻസ്മിറ്റ് ചെയ്യാനോ ഒക്കെ നിൽക്കുന്ന ആള് അക്യുമുലേറ്റർ ആണ് അതുകൊണ്ടാണ് SBFലെ ഡേറ്റ ആദ്യം എയിൽ കൊടുത്തിട്ട് പിന്നെ എയിന്ന് പോർട്ട് 1ലേക്ക് കൊടുക്കുന്നത് അപ്പൊ റിസീവ് ചെയ്ത ഡേറ്റ എന്താണോ അത് ഇവഞ്ച്വലി എവിടെ എത്തും പോർട്ട് 1ൽ എത്തും അത് കഴിഞ്ഞാൽ എന്താണ് RA ക്ലിയർ ചെയ്യുക വീണ്ടും എന്ത് ചെയ്യുക RA 1 ആവും നോക്കുക എന്ന് വെച്ചാൽ അടുത്ത ഡേറ്റ വരുന്നുണ്ടോ എന്ന് നോക്കുക ആ പ്രോഗ്രാമിലെ ആ ഇൻസ്ട്രക്ഷൻ്റെ ഒന്നും ഓർഡർ മാറിയെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെ ഇതാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം ഈ ഡേറ്റ സീരിയലി റിസീവ് ചെയ്യുന്ന അധികം ചോദിക്കാറെങ്കിലും ഡേറ്റ സെൻഡ് ചെയ്യാനുള്ള പ്രോഗ്രാം യൂഷ്വലി എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് പക്ഷെ അതിൽ ഈ 1-2 ഇൻസ്ട്രക്ഷൻ അങ്ങോട്ട് കൂടെ മാറ്റിയാൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് റിസീവ് ചെയ്യുന്നതായി അപ്പൊ അതും കൂടെ നോക്കിയിട്ട് പോയാൽ അത് നോക്കിയാലും എഴുതാവുന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾ എന്തായാലും ആ വാല്യൂസ് നോക്കി വെക്കുക കേട്ടോ ഈ ഒരു വാല്യൂസ് പഠിച്ചു വെക്കുക ബോർഡ് റേറ്റ് കാരണം ബോർഡ് റേറ്റ് എപ്പോഴും മോസ്റ്റ്ലി ചോദിക്കുന്നത് 9600 ആണ് പക്ഷെ എങ്കിലും മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ അറിഞ്ഞിരിക്കണമല്ലോ അത് പഠിക്കാനും വലിയ കഷ്ടപ്പാടൊന്നുമില്ല സിമ്പിൾ വാല്യൂസ് ആണ് അപ്പൊ ഇതാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം അപ്പൊ ഏറ്റവും ബെറ്റർ എപ്പോഴും അൽഗോരിതം പഠിച്ചു വെക്കുക ആ ഓർഡറിൽ അങ്ങ് പ്രോഗ്രാം എഴുതുക അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ആ സബ് പ്രോഗ്രാം മാത്രം ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നോക്കി എഴുതിയാൽ മതി അല്ലാണ്ട് ആക്ച്വലി കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ഒക്കെ സിമ്പിൾ ആണ് പക്ഷെ നമ്മളിത് എന്താണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്നോ എന്താണ് രജിസ്റ്റർ എന്നോ ഒന്നും അറിയാണ്ട് പെട്ടെന്ന് ഒരു ദിവസം ആ പ്രോഗ്രാം എടുത്തു വെച്ച് 1 by 1 ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷനും ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് സംഭവമാണ് പക്ഷെ അല്ല നമ്മൾ ഓരോ സീരിയൽ രജിസ്റ്ററിന്റെ ഒക്കെ കാര്യം ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ട് പഠിക്കുകയാണെങ്കിൽ പ്രോഗ്രാം നല്ല ഈസി ആയിട്ട് എഴുതാം നമുക്ക് ഒരിക്കലും അത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല നമുക്ക് അങ്ങ് സ്മൂത്ത് ആയിട്ട് എഴുതി പോകാവുന്നേ ഉള്ളൂ
നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം ഒന്ന് എഴുതി നോക്കുക, തനിയെ എഴുതി നോക്കുക. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യുക, വീണ്ടും തനിയെ എഴുതി നോക്കുക. എപ്പോഴാണോ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുന്നത് അത്രയും തവണ റിപ്പീറ്റഡ് ആയിട്ട് എഴുതി നോക്കുക. അങ്ങനെ എഴുതി പ്രോപ്പറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് മറന്നു പോകുന്നില്ല. അപ്പൊ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ഒക്കെ നീറ്റ് ആയിട്ട് പഠിക്കുക. ടൈമറിന്റെയും പ്രോഗ്രാം, ഇപ്പൊ ടൈമർ കൗണ്ടർ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം എന്തായാലും പഠിച്ചിട്ട് എക്സാമിന് പോകാവുള്ളൂ. കാരണം ഒരു 10 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇൻട്രസ്റ്റ് ആയി തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.